ഗെയിം കളിച്ച് കളിച്ച് ക്ഷീണിച്ചു ഗൈസ്. ആരോ വിളിക്കണ്ടല്ലേ, ഞാൻ ഒന്ന് ഫോൺ എടുത്ത് നോക്കട്ടെ. ഗൈസ് ഷിൻജാനാണ് വിളിക്കണത്. എടാ ഷിൻജാൻ എന്താ വിളിച്ച? എടാ ഡോറിമോനെ അത്യാവശ്യമായിട്ടൊന്ന് വന്നാം, നിന്റെ ആവശ്യമുണ്ട്. എടാ നീ ഒന്ന് വേഗം വാടാ, എന്നെ ഇപ്പൊ ഒരു സാധനം പിടിച്ചു വെച്ചേക്കറാണ്, നീ ഒന്ന് വന്ന് എന്നെ രക്ഷിക്കടാ. എടാ ഷിൻജാനെ ഞാൻ ദേ വന്ന്, നീ നിന്റെ ലൊക്കേഷൻ അയച്ചാ? ഓക്കെ ഞാൻ നിന്റെ ഫോണിലോട്ട് ഇട്ടിട്ടുണ്ട്, നീ ചെന്ന് നോക്ക്. ഗായ്സ് അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷിൻജാൻ പറഞ്ഞ പോലെ നമുക്ക് ഷിൻജാൻ എടുത്തോട്ട് അങ്ങോട്ട് പോവാം. ഇൻറ്റീരിയർ ഓടിയാം. ഗായ്സ് നമുക്ക് ഇടിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഗായ്സ്. ഇനി നമുക്ക് നേരെ കത്തിച്ച് പോകണം, ഷിൻജാൻ്റെ അടുത്ത് ചെല്ലണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഷിൻജാനെ എന്തൊക്കെയാണ് പറയുന്നത്, എന്നെ അവനെന്താ പിടിച്ചു വെച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എന്താണെങ്കിലും നോക്കാം ഗായ്സ്, എന്താണ് ഇപ്പം സംഭവം. ഗായ്സ് അതെന്ത് സെറ്റപ്പാണ് ഗായ്സ്, നമുക്കൊന്ന് നോക്കട്ടെ ഗായ്സ്. ഞാൻ നോക്കട്ടെ ഗായ്സ് അതെന്ത് സെറ്റപ്പാണെന്ന്. ഗായ്സ് വലിയ എൻ്റെ പ്രതിമ ഗായ്സ്, എൻ്റെ വലിയ പ്രതിമ നല്ല രസമുണ്ടല്ലോ ഗായ്സ്. ഹായ് കൊള്ളാല ഗായ്സ്. ഗായ്സ് ഈ പ്രതിമ ഭയങ്കര വലിപ്പമുള്ള പ്രതിമയാണ് ഗായ്സ്. നമുക്കെല്ലാം നോക്കാൻ സൂക്ഷിച്ച് ഗായ്സ്. ഇവിടെ എന്താണ് ഗായ്സ് ഷിൻജാനും വിജാനും നിൽക്കണ. അവന്മാർ വെറുതെ അല്ല പറഞ്ഞത് എൻ്റെ വലിയ സ്റ്റാച്ചു പിടിച്ചോണ്ട് പോന്നെന്ന്. എടാ ഷിൻജാനെ ഞാൻ ഡ്രോൺ വിട്ടിട്ടുണ്ടാ, ഡ്രോണിൽ കൂടി എന്താണ് പറയാനുള്ളത് വെച്ചോക്കണിയോ? എടാ എന്നെ ഈ ജീവി എന്നെ പിടിച്ചോണ്ട് വന്നടാ, നിന്നെ കൂട്ടിരിക്കണം ഈ സാധനം എല്ലാവരും ഇത് കോപ്പി അടിക്കും രൂപം. നീ വേഗം വാ, എനിക്ക് അത്യാവശ്യമാണ്, വേഗം വാ വേഗം വാ. എനിക്ക് പേടിയാവണേ എനിക്ക് ഹൈറ്റ് പേടിയാണേ. ഞാനാണ് ഡോറിമോൻ്റെ കോപ്പി. നീ ഡോറിമോൻ ഇനി ഞാൻ പറയുന്ന ടാസ്ക് ചെയ്തില്ലെങ്കിൽ ഷിൻജാനെയും പിൻജാനെയും ഞാൻ കൊന്നുകളയും. ഞാനിപ്പോ റോബ്ലോക്സ് എന്ന് പറയണ വേൾഡിലോട്ട് നിന്നെ വിടും. ആ വേൾഡിൽ നീ ചെന്നാൽ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിനക്ക് ഇങ്ങോട്ട് വന്ന് ഇവരെ രക്ഷിക്കാനുള്ള സാധ്യത കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇവന്മാർ രണ്ടും ചത്ത് അടിയിൽ കാണുന്ന പ്ലാറ്റ്ഫോം കണ്ടാവരട്ടാ, ആ പ്ലാറ്റ്ഫോം മൊത്തത്തിലായിട്ട് പോകും. അവരടിയിൽ ചെന്നിട്ട് ആ ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് കറങ്ങളിൽ തട്ടി അവർ വീണ് ചത്ത് പോകും. ഗായ്സ് ഡ്രോൺ പറത്തി നോക്കിയപ്പോഴേ നമുക്ക് കിട്ടിയ വിഷ്വൽസ് കണ്ട ഗായ്സ്, പേടിയാവാണ് ഗായ്സ്. എന്നാലും നമ്മുടെ ഷിൻജാനും പിൻജാനും വേണ്ടി ഞാൻ അവരെ രക്ഷിക്കാൻ പോണുണ്ട് ഗായ്സ്. എന്താവുന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. തുടക്കം തന്നെ ഇടിച്ചല്ല വണ്ടി, കുഴപ്പമില്ല. ഈ കയറ്റം വണ്ടി ബൂസ്റ്റർ ഇട്ടങ്ങാടി കയറ്റാം. ഫോർച്യൂണർ ആയതുകൊണ്ട് ബൂസ്റ്റർ ഇല്ലാണ്ട് ഞാൻ കയറ്റി കാണിച്ചു തരാം. ഫോർച്യൂണറിന് നല്ല പവറിന് കേട്ടോ ഗൈസ്, ഫോർച്യൂണറിൻ്റെ പവർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പേടിച്ചാട് ഗൈസ് ഇരിക്കുന്നത്. ഫോർച്യൂണറിൻ്റെ പവർ എന്ത്, ഫോർച്യൂണർ പവർ കാണിച്ചിട്ട് എന്ത് കാര്യം ഇരിക്കുന്നത്. ഞാനിവിടെ പേടിച്ചിരിക്കണല്ലേ ഗൈസ്. ഇവിടെ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വളച്ച് വെച്ചേക്കാം. ഗൈസ് വണ്ടി ഞാൻ വളച്ചിട്ടുണ്ട് ഗൈസ്, ഈസി ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ വായിലോട്ട് കയറാം ഗൈസ്. വാ ഗൈസ്, ഞാൻ വേൾഡിലോട്ട് പോകണം അടുത്ത. നമ്മുടെ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റോബ്ലോക്സ് ഗെയിമിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഈ ഗെയിം വേൾഡിൽ കൂടി നമ്മൾ രക്ഷപ്പെട്ടിരിക്കണം ഗൈസ്. അപ്പോൾ ഇത് ഒരു സ്കൂട്ടർ ഓടിച്ച് രക്ഷപ്പെടേണ്ട ഗെയിമാണെന്നാണ് എൻ്റെ സംശയം. ആണെന്ന് തോന്നുന്നു ഗൈസ്. ഫസ്റ്റ് സിമ്പിൾ സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ഇതിലൂടെയൊക്കെ ചാടി 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 പോവാം. ഇതെന്താണ് സെറ്റപ്പ് എന്ന് നോക്കണ്ടേ ഗായ്സ്. ഇതെനിക്ക് വേണ്ട ഗായ്സ്. വാച്ച് ആഡ് ഫ്രീ ഐറ്റം ഗായ്സ്. ഇത് നമ്മൾ ഇനി എങ്ങനെ കളയും അതറിയില്ല. കിലവലങ്ങൾ കാണാണ്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു ഗായ്സ്. ഇനി നമുക്ക് പിന്നെയും കത്തിച്ച് പറപ്പിച്ച് കിടക്കാജി ബംബ്ലോസ്കിയായിട്ട് പോകാം. ഞാൻ എന്നാലും കത്തിച്ച് സ്പീഡിൽ തന്നെ ഉണ്ടാകാൻ പോണത്. ഒരു നിമിഷം
നിമിഷം പോലും ഞാൻ വേസ്റ്റ് ചെയ്യണില്ല. ഇതെന്താ സെറ്റപ്പാ? മനസ്സിലായി. ചത്ത അറിയാൻ പാടില്ല. ചത്ത ഇല്ല ഗൈസ്, ഇല്ല ഗൈസ്. എനിക്കാണ് ഈ ഗെയിമിൽ ചാവാനും പറ്റൂലെന്ന്. നമ്മ അടുത്ത് ഇത് രക്ഷപ്പെട്ട്. യുഹൂ, അങ്ങനെ ചാടി. യുഹൂ, അങ്ങനെ രക്ഷപ്പെട്ട്. ഗൈസ് ഭയങ്കര ചാട്ടമൊക്കെ ഉള്ള ഗെയിമാണ് കേട്ടോ ഇത്. നല്ല കീടില ഹോബി ഗെയിമാണ് കേട്ടോ ഗൈസ്. ഈ ഗെയിം ഈസ് വെരി ടഫസ്റ്റ് ഗെയിം എവർ ഗൈസ്. എനിക്കാണെങ്കിൽ ഈ ഗെയിം കളിക്കാൻ അറിയാനും പാടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഈ ഗെയിം കളിക്കണത് തന്നെ ഗൈസ്. ഇത് ഗെയിമല്ല, റിയൽ ലൈഫ് അല്ലേ, അതാണ് എൻ്റെ പേടി. ഞാൻ ചത്ത് ഗൈസ്, ചത്ത്. ഈ ഗെയിം തിരിച്ചാവാൻ പറ്റൂലല്ലേ റോബ്ലോക്സ് ഉള്ളിൽ. അതുകൊണ്ട് കുഴപ്പമില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഫെർണാണ്ടസ്. ഗൈസ് ആ ലെവൽ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഈ ലെവൽ നമുക്ക് മറ്റേതുപോലെ ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. പക്ഷേ ഇത്തവണ നമ്മൾ അങ്ങോട്ട് ചത്തുമാൻ. യെസ് ഗൈസ്, നമ്മൾ 3ാമത്തെ സ്ട്രെച്ചിലാണ് ഇത് കംപ്ലീറ്റ് ആയത്. ഇനി നീ ഒരു വട്ടം കൂടി ചത്താൽ റിയൽ വേൾഡിൽ നീ ചാവടാ. നീ ഇനി ഒരു 5 ലെവലും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിനക്ക് പഴയതുപോലെ ആവാൻ പറ്റുള്ളൂ. ചത്താൽ രക്ഷപ്പെടാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഡുക്കിക്കിക്കി. നീ ഇപ്പം 2 ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നീ 3ാമത്തതും കംപ്ലീറ്റ് ആയി. ഇനി 4ാമത്തെ ടഫ് ലെവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നീ എങ്ങനെ 4ാമത്തെ ടഫസ്റ്റ് ലെവലും കംപ്ലീറ്റ് ആയി. ഇത് പക്ഷേ ഇത്തിരി ഫൺ ടൈമായിരിക്കും. അങ്ങനെ നീ 5 കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടിരിക്കുന്നു. ഗായ്സ്, എൻ്റെ ഈ വലിയ സ്റ്റാച്ചു ഭയങ്കര ദുഷ്ടനാണ് ഗായ്സ്. നമ്മ 5 ലെവൽ കംപ്ലീറ്റ് ആക്കണവരെ അവൻ മിണ്ടാണ്ടിരുന്നില്ല. ദുഷ്ടാൻ. ഭാഗ്യം 5 ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ ടഫ് സാധനം വന്നത്. രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മ പിന്നെ രക്ഷപ്പെട്ട്. ഇതെന്താ സെറ്റപ്പ് ഗൈസ്? അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളെന്തായാലും അതിൻ്റെ ഇടയിൽ കൂടി പോന്നിട്ടുണ്ട്. ഇതിലെ കൂടിയൊക്കെ വരലെന്ത് ടഫ് ടാസ്ക് ആണല്ലോ. ഇതൊക്കെ ഷിൻചാനാണെങ്കിൽ ഞാൻ ചെയ്തേനെ. അവൻ ചെയ്യോ? ചിലപ്പോൾ ചെയ്യുമായിരിക്കും ഷിൻചാനാണെങ്കിൽ. ഇല്ല, ഷിൻചാൻ ഇതൊന്നും പറ്റൂല. ഷിൻചാൻ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞായിരുന്നു. അവനും ഇതേപോലെ അവൻ്റെ വലിയ സ്റ്റാച്ചുവിൻ്റെ വായിൻ്റെ ഉള്ളിൽ കൂടി പോയെന്ന്. പക്ഷെ അത് കള്ളോണമെന്നാണ് ഗൈസ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യമാണെന്ന് ഗൈസ്. പക്ഷേ ഇങ്ങനെ വന്ന് അവസാനം എന്താവും അറിയില്ല. എൻ്റെതും വന്ന്, പിഞ്ചാനതും വന്ന്, ഷിൻചാനതും വന്ന്. ഇനി ആരുടെയൊക്കെ വരാൻ കിടക്കണത്? ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെയും ട്രെവർ അണ്ണൻ്റെയും കൂടി മാത്രമേ ഉള്ളൂ ഗൈസ് ഇനി വരാൻ. അവരുടെയും കൂടി വന്നാൽ പിന്നെ ചത്തെന്ന് പറയാം ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ലെവലും കംപ്ലീറ്റ് ചെയ്തത്. 50 ലെവലാണ് ഗൈസ് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ഗൈസ്. നമ്മൾ 2 അതെന്താണ് ഗൈസ് വെറുതെയൊക്കെ നമ്മൾ താഴ്ത്തിരണത് ഗൈസ്? ഫിക് വെറുതെ താഴ്ത്തിട്ടുണ്ട് ഗൈസ്. ദിവന്മാരെയൊക്കെ കൊണ്ട് ഞാൻ ഇത് റൊണാൾഡോ സ്റ്റൈലിലാണല്ലോ ഗൈസ്. നമുക്ക് സുയി ചെയ്യാം ഗൈസ്. ലാസ്റ്റത്തെ ലെവലാകുമ്പോൾ കണ്ട ഗൈസ്. ഞാൻ സ്കേറ്റിംഗ് ബോർഡും സ്കേറ്റിങ്ങിൻ്റെ സ്കേറ്റ് സ്കൂട്ടറും വെച്ച് ഞാൻ സുയി ചെയ്യാൻ പഠിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ സുയി. ഞാൻ പിന്നെ റൊണാൾഡോ ഫാനാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ സാധനം എൻ്റെ കാല് വേദന എടുക്കണമല്ലോ. ഇത് കറക്കി കാല് വേദന എടുക്കണേ കറക്കിയിട്ട് ഗായ്സ്. ഇത് ഭയങ്കര പവർ വേണം കേട്ടോ കാലിൽ.
ഞാൻ ക്ഷീണിച്ച് വല്ല വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്ന്. ഗായ്സ്, പോക്കറ്റിൽ വെള്ളം ഇരിപ്പുണ്ടാകുന്നൊരു സംശയം. ചിലപ്പോൾ കാണും ഗായ്സ്. നിന്റെ പോക്കറ്റിൽ വെള്ളമൊന്നും ഇല്ലടാ. നീ ലെവൽ 65 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിനക്ക് വെള്ളം കിട്ടുകയുള്ളൂ. ഡുങ്കറാങ്കി ഡിങ്കറാങ്കി ചപ്ലാച്ചി പക്ലാച്ചി ക്ലൂ. നീ എങ്ങനെ 3 ലെവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു? നീ ഇനി ഈ ലെവലും കൂടി കഴിഞ്ഞാൽ 4 ലെവലായി. ഇനി നീ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അവസാന ലെവൽ. യുഹു, നീ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിനക്ക് ഇത്തിരി വെള്ളം ഞാൻ റിവാർഡായി തന്നിരിക്കുന്നു. അങ്ങനെ വെള്ളം കുടിച്ചപ്പോഴാണ് സമാധാനം കിട്ടിയത്. എന്ത് സുഖം ഗൈസ് വെള്ളം കുടിച്ചിട്ട്. ഞാനാണെങ്കിൽ ഇതിലെ കൂടി ചത്തേ. വെറുതെ വന്നേക്കണെന്നെ. അതെന്ത് സെറ്റപ്പാണ് ഗൈസ്? വേറെന്തൊരു സെറ്റപ്പ് വന്നല്ലേ ഇപ്പം. അതെന്താ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതെന്താണ് ഗൈസ്? അതെന്ത് സെറ്റപ്പ്? നമ്മത് ചാടുമ്പോൾ ആ ഒരു സെറ്റപ്പിൻ്റെ സാധനം വന്ന് ഗൈസ്. ആ സെറ്റപ്പ് ചാടുമ്പോൾ മാത്രമേ വന്നുള്ളൂ അല്ലോ. അതെന്താണ് ഗൈസ് എൻ്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ വന്നത്? എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഇപ്പം ചാവേ. ചത്തില്ലേ? ചത്തില്ല ചത്തില്ല ചത്തില്ല. ഇത് നമുക്ക് ചാടാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ചാടാനുള്ളതാണ്. അല്ലല്ലല്ല, ഇതെനിക്കറിയാം. അതൊക്കെ സിമ്പിൾ ലെവലല്ലേ. ഇതൊന്ന് സെറ്റപ്പ് അതെന്തെങ്കിലും ആവട്ടെ. ഇതെന്താണ് ഗൈസ്? ഇതെന്ത് തേങ്ങയാണ്? ചക്കട്ടാ ജംഗലൻ ചത്ത് ചത്ത് ചത്തേ. നമ്മുടെ ചാവൽ ചാൻസിറ്റിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ചത്തേ ഇല്ലല്ലല്ല, ചത്തേ ഇല്ലല്ലല്ല. ഡിങ്കടിക്ക ഡിങ്കടിക്ക ഡിങ്കാല. ഞാൻ ചത്തുപോയി. ഇനി നമ്മളുടെ മാന്ത്രശക്തി വെച്ചിട്ട് അമാനുഷികമായ ശക്തി ഉള്ളത് കൊണ്ട് ഈ ഡോറിമോൻ്റെ ഡോറി ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ എനിക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഡോറി ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഒരു ഡോറി ഗാഡ്ജറ്റ് ഉപയോഗിക്കട്ടെ ഗായ്സ്. ഒരു ടഫ് സ്റ്റേജ് വരുമ്പോൾ എൻ്റെ ഒരു കിടിലൻ ഡോറി ഗാഡ്ജറ്റ് ഉണ്ട്. ആ ഡോറി ഗാഡ്ജറ്റ് ഞാൻ അപ്പോൾ യൂസ് ചെയ്യാം ഗായ്സ്. ഹൈ ടഫ് ലെവൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ലെവൽസ് വരുമ്പോൾ നമ്മൾ ഡോറി ഗാഡ്ജറ്റ് യൂസ് ചെയ്യും. നമ്മളൊരു ടഫ് ലെവൽ വരുമ്പോൾ നമ്മൾ ഡോറി ഗാഡ്ജറ്റ് യൂസ് ചെയ്യും. അവസാനത്തെ ലെവലിൽ നമ്മൾ ഡോറി ഗാഡ്ജറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് ഗൈസിൻ്റെ പ്ലാൻ. അവസാനത്തെ ലെവലിലായിരിക്കണം ഡോറി ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ ഡോറി ഗാഡ്ജറ്റ് ഉപയോഗിക്കരുത്. ചത്തേനെ. ഇറ്റ്സ് വെരി ടഫ് ഗൈസ്. ഈ ടഫ് ലെവൽസിലേക്കൊന്നും നമ്മൾ ഡോറി ഗാഡ്ജറ്റ് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയാൻ വന്നത്. ചത്തുപോയി ഞാൻ. പിന്നെ വന്നു ഇപ്പം ചത്തേനെ. രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 88ാം സ്റ്റേജിൻ്റെ അവിടം വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറും എത്ര സ്റ്റേജാണെന്ന് നമുക്ക് തീരുമാനിക്കട്ടെ. 10 സ്റ്റേജുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ എനിക്കിനി. ചക്കളക്ക. അത് ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾ അത് കണ്ടായിരുന്നു? ഭയങ്കര സിമ്പിള്. എന്ത് സിമ്പിളാണ് ഗൈസ് അത്. ഇപ്പം ഞാൻ ചത്തേന് ചെറുതായിട്ട്. എനിക്ക് ഇത് ഭയങ്കര സ്പീഡ് പോയിട്ട് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഗൈസ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സത്യമായി പോവും. അതാണ് ഗൈസ് ഈ ഡോറിമോൻ്റെ പവർ. ചത്തുമാൻ ഗൈസ്. എനിക്ക് മര്യാദക്ക് പോകാനും പറ്റുള്ള കൺട്രോൾ ഈസ് നോട്ട് പോസിബിൾ. യെസ് സർ ഗൈസ്. ഈ സൈഡിൽ കൂടി പോവാം. ഗൈസ് ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് ഗൈസ്. ഇവിടെ നമുക്ക് ഡോറി ഗാഡ്ജറ്റ് യൂസ് ചെയ്യാം
ഗൈസ് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ ഡോറി എഡിറ്റ് യൂസ് ചെയ്ത് നമ്മുടെ അറ്റത്തെത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടുത്തെ പാർക്കിലും കൂടി ഇത്തിരി നേരം കളിച്ചേക്കാം. പാർക്കിൽ കളിച്ച കാര്യം നമുക്ക് ഷിൻചാൻ്റെ അടുത്ത് പറയണ്ട കേട്ടോ ഗൈസ്. ഷിൻചാൻ്റെ അടുത്ത് എങ്ങാനും നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്ങാനും പറഞ്ഞാലേ ഷിൻചാൻ നമ്മളായിട്ട് പിണങ്ങും ഗൈസ്. നിങ്ങളാരും കമൻറ്റ് ചെയ്ത് ഷിൻചാൻ്റെ അടുത്ത് പറയരുതേ. ഇതെന്താണ് ഷിൻചാൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറയരുത് ഗൈസ്. ഗൈസ് നമ്മ ഏത് സ്ഥലത്തൂടിയാണ് തിരിച്ചു പോകേണ്ടത്? അതും കൂടി കംപ്ലീറ്റ് ചെയ്താലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴല്ലേ എനിക്ക് പിടി കിട്ടിയതല്ലേ, സാധനം പിടി കിട്ടിയ എനിക്കിപ്പം. അതും കൂടി കംപ്ലീറ്റ് ചെയ്താലേ തിരിച്ച് നമ്മുടെ ഒറിജിനൽ വേൾഡിൽ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഭൂമിയിലോട്ട് എനിക്ക് പോകണം ഗൈസ്. ഐ വാണ്ട് ടു ഗോ ടു മൈ ഭൂമിയിലോട്ട് പോകണം. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, ഐഡിയ. നമുക്ക് അങ്ങോട്ട് ഹാക്ക് ചെയ്തിരിക്കാം. ഇപ്പോഴല്ലേ എനിക്ക് പിടി കിട്ടിയത്. അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ പുറത്തു വന്നു. എടാ ഷിൻചാനെ നിങ്ങനെ ഇവിടെ എത്തി? എടാ ഈ സ്റ്റാച്ചു പറഞ്ഞേ എന്താണ് ഇതിലെ കൂടി എന്താണ് ഈ സാധനം നീട്ടിത്തരാം, അപ്പം നമുക്ക് ഇതിലെ കൂടി ഇങ്ങനെ വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതിലെ കൂടി ഒരൊറ്റ ചാട്ടം ചാടി അടിയിലോട്ട് വന്നതാണ്. എടാ ഡോറിമോനെ താങ്ക്സ് യു സോ മച്ച്. വെൽക്കം ഷിൻചാൻ. വാടാ നീ അടുത്ത പ്രശ്നം വന്നെയുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കേടാ ഡോറിമോനെ. ചേട്ടാ താങ്ക്സ്. വെൽക്കം. വന്ന് വണ്ടി കയറാ. ഇനി അടുത്ത പ്രശ്നത്തിന് വീട്ടിൽ പോവാം. ഡോറിമോനെ ഞാൻ വണ്ടി ഓടിക്കാം. ഓക്കെടാ ഷിൻചാനെ. വേഗം ഞാൻ വണ്ടി എടുക്കാൻ പോണേട്ടാ. ഡോറിമോനെ വന്ന് കയറാ വേഗം. എടാ പിഞ്ചാനെ നീയും വന്ന് കയറ്. ഈ ഫോർച്യൂണർ ആകെ സീനാണല്ലേ ഡോറിമോനെ. നിന്റെ ഫോർച്യൂണറാണ്. ആടാ ഷിൻചാനെ ഞാൻ പുതിയ ഫോർച്യൂണർ എടുത്ത് ഞാൻ അറിഞ്ഞില്ലേ. എടാ ഡോറിമോനെ ഈ ഫോർച്യൂണർ നല്ല സ്മൂത്താണല്ലോ ഓടിക്കാൻ, നല്ല രസമുണ്ട്. എടാ ഷിൻചാനെ സൂക്ഷിച്ചു പോണോട്ടോ, എങ്ങാനും വീണാ പണിയാവും. ഞാൻ സസ്പെൻഷനൊക്കെ കൂട്ടി വെച്ചേക്കണ ഫോർച്യൂണറാണ്. എടാ ഡോറിമോനെ ഞാൻ ഇടിപ്പിക്കും. ഞാനാണ് ഷിൻചാൻ. ഈ ഷിൻചാൻ ഇടിപ്പിച്ച ചരിത്രം എവിടെ നിന്നാണ്? നീ ഇടിപ്പിച്ച ചരിത്രം കുറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടാ ഷിൻചാൻ നിന്റെ സ്റ്റാച്ചു എവിടെയാടാ വന്നത്? എടാ എൻ്റെ സ്റ്റാച്ചു ഇവിടെ വന്നത്. ഷിൻചാൻ ചേട്ടാ എൻ്റെ സ്റ്റാച്ചു ഇവിടെയുള്ള വന്നത്. അപ്പം അടുത്ത ഫ്രാങ്ക്ലിൻ എൻ്റെ സ്റ്റാച്ചു ആയിരിക്കും വന്നത്. അങ്ങനെ എനിക്ക് തോന്നണം. ശരിയാടാ ഡോറിമോനെ. ഗായ്സ് നമ്മുടെ ഈ ഡോറിമോൻ്റെ ഫോർച്യൂണർ നമുക്ക് അകത്തോട്ട് കയറ്റിയിടാം. ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ട് ഫോർച്യൂണർ പാർക്ക് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ പെർഫെക്റ്റ് പാർക്കിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വണ്ടി ഇറങ്ങാം. ഇന്നത്തെ വീഡിയോത്തുള്ള ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഡോറിമോനെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. ഷിൻചാൻ ഇഷ്ടപ്പെട്ടവരെല്ലാവരും റെഡ് ഹാർട്ടും കമൻറ്റ് ചെയ്യണേ. നമ്മുടെ പിഞ്ചാൻ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒരു ഗ്രീൻ ഹാർട്ടും കമൻറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഗുഡ് ബൈ.